ഇന്ന് നമുക്ക് നല്ല പഴുത്ത വരിക്കച്ചക്ക വെച്ച് നല്ലൊരു ഇലയുടെ ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാത്രത്തിലോട്ട് വറുത്ത അരിപ്പൊടി, ഉപ്പ്, പിന്നെ 2-3 ഏലക്ക ചതച്ചത്, കുറച്ച് ജീരകം, എന്നിട്ട് നല്ലപോലെ വെട്ടിത്തിളച്ച വെള്ളം ഇതിലോട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇപ്പം നല്ല ചൂടുണ്ട് കേട്ടോ. ഒരു സ്പൂൺ വെച്ച് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കുക. അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് ചക്ക അരിഞ്ഞതും പിന്നെ കുറച്ച് തേങ്ങയും ശർക്കരപ്പൊടിയും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതും ഒന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് വാഴയില എടുക്കുക. കുഴച്ച് വെച്ചേക്കുന്ന മാവ് ഇതിലോട്ട് വെച്ച് നന്നായിട്ട് പരത്തി കൊടുക്കണം. നല്ല നൈസായിട്ട് പരത്തിയിട്ട് ഇതിൻ്റെ ഒരു സൈഡിലോട്ട് ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് ഇല ഒന്ന് മടക്കിയെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള എല്ലാ വാഴയിലും മാവ് ഇതുപോലെ വെച്ച് നന്നായിട്ട് പരത്തിയെടുത്തിട്ട് ഫില്ലിങ് വെച്ച് ഓരോന്നായിട്ട് മടക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ചക്ക വെച്ച ഇലയുടെ എല്ലാം നമ്മൾ പരത്തി മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വേവിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ഇഡ്ഡലി പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെള്ളം എടുത്തു. നന്നായിട്ട് വെട്ടിത്തിളച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഇഡ്ഡലി തട്ട് വെച്ചിട്ട് ഇലയുടെ ഓരോന്നായിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് ഒന്ന് അടച്ച് ഒരു 15 മിനിറ്റ് ഒന്ന് ആവിയേറ്റെടുക്കുമ്പോൾ നല്ല അടിപൊളി ചക്ക അട റെഡി ആയിട്ടുണ്ട്. സൂപ്പറാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.